മൈക്ക് തന്നല്ലോ, എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉം. അപ്പോ ഈ നിർത്തിക്കൂടെ നിന്റെ ഇളപ്പിളക്കൽ എന്നാണോ? മീൻകാരെന്നല്ല, ഏത് വേഷം കിട്ടിയാലും ഞാൻ പൊളിക്കും. മീൻകാരൻ മോശ. പക്ഷെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ അമ്മനെ ഇഞ്ഞിന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് വരും. ഞാന് ഈ കോളേജെല്ലാം വിട്ട് പഠിത്തമൊന്നും ഇല്ലാത്ത സമയത്തെല്ലാം ഇവരെല്ലാം കൂട്ടിരുന്നിട്ട് ഹോമമായിരുന്നു, കുടുംബക്കാർ മൊത്തം, ഞാൻ നന്നാവാൻ വേണ്ടിട്ട്. എൻ്റെ പേര് ഷീന എന്നാണ്. ഞാൻ ഭയങ്കര പാഷനേറ്റ് ഉള്ള ഒരു ആക്ടറാണ്. ആക്ച്വലി എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ. ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷമമൊക്കെ വരുമ്പോൾ ധ്യാൻ്റെ ഇന്റർവ്യൂ കണ്ടാൽ മതി, ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, നീതു എന്ന് പറഞ്ഞൊരു കുട്ടി. അവൾ എന്താന്ന് പറഞ്ഞാൽ വിഷമമൊക്കെ വരുമ്പോൾ ധ്യാൻ്റെ ഇന്റർവ്യൂസ് ഫുൾ ഇരുന്ന് കാണും. എന്നിട്ട് അവൾ ഭയങ്കര റിലാക്സ്ഡ് ആവാറുണ്ട്. അപ്പോൾ ഈ ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന ഈ ഒരു ഫ്ലോ അതെങ്ങനെയാണ്? എല്ലാ ഇന്റർവ്യൂസും നമുക്ക് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കണ്ടിരിക്കാൻ തോന്നാറുണ്ട്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ല, അവൾ ആക്ച്വലി പ്രത്യേകം പറയുകയും ചെയ്തായിരുന്നു ധ്യാനോട് ഈ കാര്യം പറയണമെന്ന്. വിഷമം വരുമ്പോ ഒക്കെ ധ്യാന്റെ എല്ലാ ഇന്റർവ്യൂസും ഫസ്റ്റ് ടു ലാസ്റ്റ് ഇരുന്ന് കണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിക്കാറുണ്ട്. അപ്പൊ അതെനിക്കൊന്ന് ഇവിടെ പറയണമെന്ന് ചോദിക്കണം തോന്നി, അതുകൊണ്ടാ. ഇതിന് ഞാൻ എന്താ മറുപടി പറയും? അല്ല, അതൊക്കെ തോന്നലാന്നേ പുള്ളിക്കാരിയുടെ. അതൊക്കെ അങ്ങനെയൊന്നും വിഷമമൊന്നും മാറില്ല. അങ്ങനെ ഒരാൾ ചിലപ്പോൾ അവർക്കത് ഒരു ആശ്വാസം കിട്ടുമായിരിക്കും, താൽക്കാലിക ആശ്വാസം. ഇല്ല, സീരിയസ്ലി കുറെ പൊട്ടത്തരങ്ങൾ ഉണ്ടാവാറുണ്ട് ഇന്റർവ്യൂല്, ടു ബി ഹോണസ്റ്റ്. അല്ലല്ല, അങ്ങനല്ല. അത് ഞാൻ പറയട്ടെ, ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മുടെ സിനിമ ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനുള്ള സന്തോഷം കിട്ടാനാണല്ലോ നമ്മൾ ഈ പറഞ്ഞ ഡോപ്പമിൻ റിലീസിനും ഈ പറഞ്ഞ നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമ്മൾ ഷോർട്സ് കണ്ടു തുടങ്ങുന്ന കാലം. ഒരു വീഡിയോ, അടുത്ത വീഡിയോ, അടുത്ത വീഡിയോ, അടുത്ത വീഡിയോ, ഇത് കാണുന്നു, അടുത്തയിലോട്ട് പോകുന്നു, എന്തെങ്കിലും ഒരു ചിരി, അടുത്ത സാധനം, ഇതാണ് നമ്മളെ ഇത്. അപ്പം ഡിജിറ്റൽ യുഗം വന്ന സമയത്ത് യൂട്യൂബേഴ്സ് വരുന്നു, നേരത്തെ പറഞ്ഞ പോലെ പോഡ്കാസ്റ്റേഴ്സ് വരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം. നമ്മളൊക്കെ ഇൻഫാക്ട് ഞാനടക്കം സ്ട്രെസ്ഡ് ആണ് പല സംഭവത്തിൽ എന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഇന്റർവ്യൂ വേണ്ടിയിട്ട് ആശ്വസിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും കാണുന്നുണ്ട്, ഞങ്ങളെ പോലുള്ളവർ ആശ്വസിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊക്കെ വർക്ക് സ്ട്രെസ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ഈ സാധനം. അപ്പം നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടാലും ഇതുപോലത്തെ കണ്ടൻറ്റൊക്കെ ഉള്ള രസകരമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അപ്പം എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എനി സോർട്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ്, എനി സോർട്ട് ഓഫ് ഈ പറഞ്ഞ കണ്ടൻറ്റ് വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ്, വിച്ച് ഇസ് ഫൺ, നമുക്കൊക്കെ ആശ്വാസം തരുന്നതാണ്. അത് എൻ്റെ മാത്രമല്ല, പുള്ളിക്കാരിക്ക് മേ ബി എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും, സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഇവിടെ ഒരാൾ ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ധനേട്ടാ, കുറച്ച് നേരത്തെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഏത് കോൺട്രവേഴ്സി? കുറച്ച് മുന്നേ. അതൊന്നുമല്ല കോൺട്രവേഴ്സി. ഒറ്റ സെക്കൻഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നമ്മൾ ഒരു ഇൻസ്പിറേഷൻ അതല്ലെങ്കിൽ ഇൻഫ്ലുവൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നമുക്ക് എന്തെങ്കിലും കാണുമ്പോഴും കേൾക്കുമ്പോഴും അല്ലേ, നമുക്ക് ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫ്ലുവൻ്റ് ആകുമ്പോൾ അല്ലേ ഇൻഫ്ലുവൻസറായി മാറുന്നത്. എന്നോടാണോ ചോദിക്കുന്നത്? അങ്ങനെയാണ്, അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എടാ, നീ പറഞ്ഞോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല, നീ ഫുള്ള് പറഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ. നീ എന്തോ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടല്ലോ അവനെ ഫ്രണ്ട്. ജനേട്ടാ, അവൻ കയ്യിൽ ചൂടായിട്ടല്ല. എടാ, ഇവിടെ കോൺട്രവേഴ്സി ഒന്നുമില്ല. നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളല്ലേ, അയാളാണ് ഏറ്റവും വലിയ കോൺട്രവേഴ്സി. ഒരു മിനിറ്റ്. അയാൾ പറയാനുള്ള കാര്യങ്ങൾ എവിടെയും പറയും, അത്രേ ഉള്ളൂ. അതിൽ കോൺട്രവേഴ്സി എന്നല്ല പറയാ. അതാ പറഞ്ഞ, അത് പറയുന്ന മൊത്തം കോൺട്രവേഴ്സിയാണ്. ഹൈദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതാണ് ചോദ്യം. മോൻ ചോദിച്ചോ? അല്ല, നീ ചോദ്യമാണോ ചോദിക്കുന്നത്? നീ എന്തോ എന്നെ പറഞ്ഞ് ബോധിപ്പിക്കാനാണോ നോക്കുന്നത്? ഒരിക്കലും ഞാൻ ചോദ്യം ചോദിക്കാണ്. അങ്ങനെ ഒരിക്കലും എന്താണെന്നറിയാമോ, നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെ പഠിപ്പിച്ചു തരരുത്. എനിക്ക് ഞാൻ ചോദിക്കണം, നിങ്ങൾ എനിക്ക് പറഞ്ഞതാ, എന്നെ ഇരുത്തി നിങ്ങൾ ഇവിടെ പഠിപ്പിക്കരുത്. അതാണ് നേരത്തെ എനിക്കൊരു കോൺട്രവേഴ്സി തോന്നിയത്. അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്, കാരണം നിങ്ങളെ ഒരുപാട് ഉത്തരം നിന്നെയും എനിക്ക് അങ്ങ് ഇഷ്ടമായി. കുട്ടിയേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ പേഴ്സിൽ? അപ്പോൾ ധ്യാനേട്ടാ പറയാൻ കാരണം, നമ്മളൊരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫ്ലുവൻ്റ് ആവണം, അങ്ങനല്ലേ? വെറും പൈസക്ക് വേണ്ടിയിട്ടാണ് ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ചേട്ടൻ പറഞ്ഞു, പുള്ളി തന്നെ മാറ്റി പറഞ്ഞു. അതിലേക്ക് വരികയാണ്, അത് പുള്ളി പിൻവലിച്ചു. ഇവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കൊറോണ കാലഘട്ടം. ആ സമയത്ത് ഇവിടെ ആളുകളൊക്കെ ഭയന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത്
ഒരു ഗ്രൂപ്പ് ഉടലെടുത്തു ഈ സോഷ്യൽ മീഡിയയിൽ. ഉം. ആ സമയത്ത് ആ ഗ്രൂപ്പിന്റെ പേര് തള്ളല്ല കേട്ടോളി എന്നായിരുന്നു. ഉം. എനിക്ക് വലിയ വ്യക്തിപരമായിട്ട് വലിയ ഇഷ്ടമുള്ള കൂട്ടറൊന്നും അല്ലായിരുന്നു. ഉം. പക്ഷെ അവരിവിടെ ഉണ്ടോ? അതിലുള്ള രണ്ടാളുകളാണ് ഇവര്, ഓ. ഈ രണ്ടുപേര്. പക്ഷെ അന്ന് ഇവര് ചെയ്ത നല്ല കാര്യങ്ങൾ, ഇവിടെ ഫുഡ് ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവരെ നിനക്ക് ഇഷ്ടമായിരുന്നില്ല? ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ടു ബി വെരി ഹോണസ്റ്റ്. അപ്പൊ ഇവര് ഇതിനു മുന്നേ വെറുപ്പ് സമ്പാദിച്ച ആൾക്കാരാണ്. സത്യം സത്യം സത്യം, ടു ബി ഫ്രാങ്ക്, ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇവര് അന്ന് ചെയ്ത കാര്യങ്ങൾ, ഒരുപാട് ഫുഡ് ഇല്ലാത്ത ആളുകളിലേക്ക് ഫുഡ്, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ വന്ന് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ആളുകളെ നാട്ടിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇവർ ഫസ്റ്റ് ആളുകളിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടത്, ഈ ഒരു ടീം. അതിനുശേഷം ഇപ്പോ 50 ഫിസിക്കലി പ്രോബ്ലംസ് ഉള്ള മക്കളെ നാട്ടിൽ നിന്ന് ഈ ഒരു UAE കൊണ്ടുവന്നു. UAE മുഴുവൻ കാണിച്ചു. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകളിലേക്ക് ഇൻഫ്ലുവൻ്റ് ആവുകയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ദിസ് പീപ്പിൾസ് ആർ ഡിസേർവിങ്. കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, ഞാൻ നേരത്തെ പുള്ളി ഞാൻ പറഞ്ഞില്ലേ, അല്ല അതല്ല ഞാൻ പറഞ്ഞ, അവരത് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരാണ്, അവർ നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നടാ. അതാണ് പറയുന്നത്. ഒരു കൈയടി അവർക്ക് തീർച്ചയായിട്ടും. അത് തന്നെയാണ്. എടാ എന്താ സംഭവം അറിയാമോ? ഒരിക്കലും പൈസ മാത്രം ഇന്റന്റ് ചെയ്തുകൊണ്ടല്ല ഇൻഫ്ലുവൻസേഴ്സ്. എടാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലടാ. അല്ല, ഈ പറഞ്ഞ ആളോടുള്ള മറുപടിയാണ്. എടാ നിങ്ങളല്ലേ ചോദ്യം ചോദിച്ചില്ല, നീ ചോദ്യം നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നാ ചോദിക്കാനായിട്ട്? എടാ ഈ ലോകത്തെല്ലാം ചോദിക്കാനുള്ള ചോദ്യം, ദാസനും വിജയനും ഭയങ്കര ഫേമസ് ഹിറ്റ് കോംബോ ആണല്ലോ. ധ്യാനേട്ടന് അങ്ങനെ ഒരു കോംബോ വരികയാണെങ്കിൽ ആരായിരിക്കും? അച്ഛനും ഞാനും അപ്പുവും തമ്മിലൊരു പടം ചെയ്യുന്നുണ്ടല്ലോ. അതല്ല ശ്രീനിവാസൻ മോഹൻലാൽ, ദാസനും വിജയനും മലയാളക്കരെ ആകെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കോംബോ ആണ്. അങ്ങനെ ഒരു കോംബോ ഒരു പേഴ്സണുമായിട്ട് ധ്യാനേട്ടന് വരികയാണെങ്കിൽ ആരായിരിക്കും ആ ഒരു കോംബോ എന്നുള്ളതാണ്. എനിക്ക് ഇപ്പം ഞാൻ ഓൺ സ്ക്രീൻ ഏറ്റവും നല്ല എനിക്ക് ഓൺ സ്ക്രീൻ കെമിസ്ട്രി ചെയ്തിട്ടുള്ളത് പ്രണവുമായിട്ടുള്ള കോംബോ. ഓക്കെ, താങ്ക് യു. ഹായ് സർ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഐശ്വര്യ ലക്ഷ്മി, ആശാൻ ടോക്കീസിലെ ആഷ്, ഇത് ആൻ. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, സർ കുറേ സിനിമകൾ ചെയ്യാറുണ്ട്. അയ്യോ സാറൊന്നും വിളിക്കില്ലേ, എനിക്ക് നാണോ സാറോ. പിന്നെ കുറെ ഇന്റർവ്യൂസും കൊടുക്കാറുണ്ട്. ഇതിപ്പോ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്ന ഒരാളോട് നോ പറയാൻ മടിയായത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് സ്വന്തം വളർച്ചയുടെ ഒരു ഭാഗമായി കാണുന്നോണ്ടാണോ? അല്ല, നമ്മളല്ല ഇത് ഇപ്പൊ ഈ പരിപാടി ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഇരുന്ന് ഇപ്പൊ സംസാരിക്കുന്നത്, ഇതിനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ, അവര് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് കുറേ പരിപാടിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ് എനിക്ക് ഹൈദർക്കായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധമുള്ള ആളാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഞാൻ പരിപാടിക്ക് വേണ്ടി വരുന്നതും ഇൻ്റർവ്യൂ ഒക്കെ വേറെ പ്രൊമോഷൻ, സിനിമ ഇൻ്റർവ്യൂസ്, സ്വാഭാവികമായിട്ട് ഇവരെ കുറേ കാലങ്ങളായിട്ട് കണ്ട് നമ്മൾ ഇവരുമായിട്ടൊരു എവിടെയൊക്കെയോ നമുക്ക് ഇവർ കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അതിൽ അവരുമായിട്ട് ചില ആൾക്കാരുമായിട്ട് നമുക്ക് ഭയങ്കര ബന്ധം ഉണ്ടാവും, സൗഹൃദം ഉണ്ടാവും. അങ്ങനെ ഒരു സുഹൃത്താണ് ഹൈദർക്ക. അപ്പോൾ അത്രയും കാലമായിട്ടുള്ളൊരു സൗഹൃദം. അതുകൊണ്ടാണ് നമ്മൾ ദുബായിൽ, ഞാനിപ്പോൾ വൈഫും ഫാമിലിയായിട്ട് ഞാനൊരു വെക്കേഷന് വേണ്ടി വന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെയും നിങ്ങളുടെയൊക്കെ സമയം നമ്മളിവിടെ ഇരിക്കുന്നതൊക്കെ കാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ആ വലത്തെ വശത്ത് നിൽക്കുന്ന ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ മാൻ ഓഫ് കേരള. സാർ, ഒരു ചോദ്യം കൂടെ. സാർ ഇപ്പൊ ഒരു മൂവി സെലക്ട് ചെയ്യുമ്പോൾ അതിനിടെ കുറെ കഥകളൊക്കെ കേൾക്കുന്ന ഒരാളാണ്. അപ്പോ ഒരു മൂവി സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഹുക്കപ്പ് പോയിന്റ് ഉണ്ടാവുമല്ലോ, അതെന്താണ് ശരിക്കും? അത് എൻ്റെ പടങ്ങൾ ഇപ്പം അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഹുക്കപ്പ് പോയിന്റ്. ഹുക്കപ്പിന് വേറെ അർത്ഥം കേട്ടോ. ഹുക്കപ്പ് എന്ന് പറഞ്ഞാൽ വേറെ മോളെ, ചില ആൾക്കാർ കോമഡി ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. ചില ആൾക്കാർ കോമഡി ചൂസ് ചെയ്യും, ചില ആൾക്കാർ ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അഭിനയം, എനിക്ക് ഭയങ്കര അഭിനിവേശമുള്ള അതിൽ സംഭവം അല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ലാസ്റ്റ് ചെയ്ത സിനിമ വർഷങ്ങൾക്ക് ശേഷം അടക്കം എനിക്ക് അതിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ കഥ മാത്രമേ എനിക്ക് അറിയുള്ളൂ. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു ഞാൻ വഴിയെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ കഥ തന്നെ ഞാൻ മനസ്സിലാക്കിയത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് പടം തീരുമ്പോഴാണ് എനിക്ക് ഫുൾ കഥ മനസ്സിലായത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് സത്യാവസ്ഥ. അപ്പം ചിലത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ബ്ലൈൻഡായിട്ട് ഞാൻ ചെയ്ത കഴിഞ്ഞ വർഷങ്ങളിലെ സിനിമകളൊക്കെ തന്നെ ഡയറക്ടറിനെ, എനിക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ ചെറിയൊരു ലൈൻ കേൾക്കും, ഒരു 1 ലൈൻ കേൾക്കും. ആ 1 ലൈൻ ചിലത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ചിലത് കൊള്ളിലായിരിക്കും. ഞാൻ കൊള്ളൂലെന്ന് നല്ലതെന്ന് നോക്കാറില്ല. എനിക്ക് പരിചയമുള്ള ഇതേപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുമാരുടെ അവരുടെയൊക്കെ സിനിമകളാണ് മിക്കതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പരിചയത്തിൻ്റെ പുറത്തും ബന്ധത്തിൻ്റെ പുറത്തുമാണ്
ഞാൻ ഈ കാലയളവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പടം തൊട്ട് കുഞ്ഞിരാമായണവും കപ്പ്യാരൊക്കെ ഈ ഇങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ പുറത്താണ് എൻ്റെ മിക്ക അഭിനയിച്ച സിനിമകളും സംഭവിച്ചിട്ടുള്ളത്. നമസ്കാരം. ഓ നമസ്കാരം. താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ ആയൂർ കാവേരി എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. എനിക്കൊരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് അജ്മൽ. അജ്മലിന്റെ അടുത്ത് നിന്ന് പലവരും ഇൻഫ്ലുവൻസിങ് ആയിട്ട് വീഡിയോ എടുക്കുന്നത് അവരുടെ പ്രയോറിറ്റിക്ക് വേണ്ടിയാണ്. പക്ഷെ അജ്മലിന് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പം എന്റെ ക്ലിനിക്കിൽ വന്നിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ട് പോയി. അപ്പൊ അത്രയും ഡൗൺ ടു എർത്ത് ആണ്. മീൻസ് അത് ഞാൻ കണ്ടൊക്കെ അറിയൂ. കാരണം അത് പബ്ലിക്കലി അജ്മലിന് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. അല്ല, സ്റ്റോറി ഇട്ടപ്പോ എല്ലാരും അറിഞ്ഞു കാണൂലേ? പക്ഷേ പുള്ളി അതിനല്ല. ഇപ്പൊ പുള്ളി എപ്പോഴും പറഞ്ഞല്ലോ പൈസ വാങ്ങി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? നേരത്തെ അല്ല, അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടതാ. അങ്ങനെ അവൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അജ്മൽ. നീ എന്താ ഇങ്ങനെ? ഇതൊന്നും അല്ല ഞാൻ ചോദിക്കാനായിട്ട് വന്നത്. നീ നല്ലവനാ കെട്ടവനാന്ന് പറയേണ്ട അവസ്ഥയാണല്ലോ. താങ്കളുടെ ഒരു ഇന്റർവ്യൂ താങ്കൾ പറഞ്ഞു മഹാനടനായ ശ്രീനിവാസൻ സാറിന്റെ മകനായിട്ട് ആദ്യമേ അറിയപ്പെട്ടു, പിന്നെ വിനീത് ശ്രീനിവാസന്റെ അനിയനായി, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, ഇപ്പൊ ധ്യാനേന്ന് വിളിക്കുന്നു. അതിലും ഉപരിയായിട്ട് ഇപ്പൊ ധ്യാനൂട്ട എന്ന് കേട്ടിരിക്കുമ്പോഴാണ് താങ്കളെ നേരിട്ട് കാണാൻ ഒരു അവസരം കൊടുക്കും. അപ്പൊ അത്രയും നമ്മളോട് പൊതുവെ പലർക്കും പല നടന്മാരെ കാണാൻ ആക്സസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചോദിക്കും അയാൾ എങ്ങനെയുണ്ട്, ജാടയാണോ? അപ്പൊ അങ്ങനെ പലരിൽ നിന്നും താങ്കൾ ഇപ്പൊ പ്രണവിനെ പറ്റി പറഞ്ഞത് എങ്ങനെയാണോ അതേപോലെ ഒരു അത്രയും ഒരു മഹാനടന്റെ മകനാണ്. അതേപോലാണ് എനിക്ക് പലരിൽ നിന്നും താങ്കളെ പറ്റി അറിയാൻ പറ്റിയത്. അപ്പൊ ഒരാള് ഇങ്ങനെ പറയുകയും ചെയ്ത് ധ്യാനൂട്ട എന്ന് വിളിക്കുന്ന താങ്കളെ വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ട്, ചേച്ചി. അത് പുള്ളിക്കാരിയിലൂടെ ആയാലും പലരിലൂടെ ആയാലും നമ്മൾ കണ്ടിട്ടില്ലേലും ഓരോരുത്തരോട് ഓരോ ഇഷ്ടം തോന്നും. അങ്ങനെ ഇഷ്ടം തോന്നിയ ഒരു വ്യക്തിയാണ് താങ്കള്. അതേപോലെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ താങ്കൾ പണ്ട് പറഞ്ഞു നവ്യ നായരോടൊരു ക്രഷ് തോന്നി. അയ്യോ, അത് കഴിഞ്ഞില്ലേ ഇതുവരെ? അല്ല, ഇപ്പൊ അഭിനയത്തിലോട്ട് വന്നപ്പോൾ ആരെയാണ് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയൊരു നടി? അഭിനയത്തിൽ നയൻതാരനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, നമിതയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ഒരുപാട് അഭിനയിച്ച ഒരുവിധം എല്ലാവരോടും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഇഷ്ടം തോന്നും, അത് കഴിയുമ്പോഴേക്ക് അഭിനയത്തെ പറ്റിയോ അല്ലെ സിനിമയെ പറ്റിയോ അധികം അറിയില്ല. ഇപ്പൊ അതിനെ പറ്റി കുറച്ചും കൂടെ അറിയാവുന്ന ഒരു വ്യക്തി. ഇഷ്ടം അതും തമ്മിൽ ബന്ധമില്ലല്ലോ. ഇഷ്ടം നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ആരോടും തോന്നാലോ. അത് നമുക്ക് ഒന്ന് നമ്മൾ അങ്ങനെ ഒരു വർക്ക് പ്ലേസിൽ നമുക്ക് അങ്ങനെ ഒരു നമ്മളൊന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റും, ഇപ്പം നയൻതാരയോട് വർക്ക് ചെയ്യുമ്പോൾ അവരോട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അവരുടെ ഒരു ക്യാരി ചെയ്യുന്ന അവരുടെ ഒരു പ്രൊഫഷണലിസം, അവർ നമ്മളോടുള്ള ബിഹേവിയർ, ഇതൊക്കെയാണല്ലോ നമുക്ക് ഒരാളോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പെരുമാറ്റവും അയാൾ നമ്മളോട് സംസാരിക്കുന്ന രീതിയൊക്കെയാണ് നമുക്ക് അയാളോട് ഇഷ്ടം തോന്നാനുള്ള പ്രധാന കാരണം. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഒരു ജാടയില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പെരുമാറ്റവും നേരത്തെ അജ്മലിനെ പറ്റി പറഞ്ഞ പോലെ ഇഷ്ടം തോന്നുമല്ലോ നമുക്ക്, അല്ലേ? അപ്പോൾ അതെന്താണ് അയാളുടെ ബിഹേവിയർ, കോഡ് ഓഫ് കണ്ടക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെടുത്ത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതിനോടാണ് എനിക്ക് വന്നു ഇന്നും ഇഷ്ടം തോന്നിയിട്ടുള്ള സ്ത്രീകളായിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇവരെയൊക്കെ അവരുടെയൊക്കെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും കൊണ്ടുള്ള ഇഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇഷ്ടമുള്ള നേരത്തെ പറഞ്ഞ ഇവരോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഇവർക്കൊക്കെ അടുത്തറിയാവുന്ന പലരും പറഞ്ഞു അമ്മയുടെ സ്വഭാവം അച്ഛന്റെ ബുദ്ധിയാണ്. താങ്കൾ നേരത്തെ അമ്മയെ പറ്റി പറഞ്ഞപ്പോ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. താങ്ക് യു. ഇനി ആരാണ്? നമസ്കാരം, എൻ്റെ പേര് അനുനന്ദ. 2 ചോദ്യങ്ങൾ വിത്ത് യുവർ പെർമിഷൻ. ഐം സോ സോറി, അധികം സമയം എടുക്കില്ല, നീളില്ല. ആദ്യത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നാമത്തെ സിനിമ ചേട്ടൻ സംവിധാനം ചെയ്തു തിര, അതിനുശേഷം സ്വന്തമായി സംവിധാനം ചെയ്ത സിനിമ അടക്കം നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ഹിറ്റ്സ് പരിശോധിക്കുമ്പോൾ എല്ലാം വളരെ കംഫർട്ട് സോണിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതെല്ലാം പരിചയമുള്ള ആളുകൾ, ഇപ്പൊ ഫാമിലിയിൽ നിന്ന് വരുന്ന സിനിമ, ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്യുന്ന സിനിമ, അതിനേക്കാൾ ഉപരിയായിട്ട് പിന്നീട് ഉടൽ എന്ന സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ നദികളിൽ സുന്ദരി യമുന ചെയ്യുമ്പോഴൊക്കെ ഒരു പരിചയമില്ലാത്ത സെറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അധികം പരിചയമില്ലാത്ത, കാരണം എനിക്ക് ഉടൽ, എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത ഹൈദർക്കയുടെയും ഞങ്ങളുടെയൊക്കെ ഒരു കോമൺ ഫ്രണ്ടാണ്. ഞങ്ങൾ ആദ്യം വളരെയധികം അടുത്ത് നിന്ന സുഹൃത്താണ് രതീഷ്. വേറെ സിനിമയൊക്കെ ചെയ്യാനിരുന്ന്, വലിയൊരു സിനിമയൊക്കെ ചെയ്യാനിരുന്ന് നമ്മളൊരു സൗഹൃദത്തിൻ്റെ ഉടലെടുത്തൊരു സിനിമയാണ് ഉടൽ. അതൊരു ഫ്രണ്ട്ഷിപ്പ്. കാരണം ഞാൻ ഉടലിൻ്റെ കഥയുടെ ഒരു ചെറിയൊരു ഐഡിയ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. രതീഷിന് വേണ്ടിയാണ് ഉടലും സംഭവിച്ചത്. അതേ നദികളും ദേശം
സൗഹൃദ വലയത്തിൽ നിന്നുണ്ട് ഉണ്ടായ സിനിമയാണ്. ഞാൻ ചെയ്ത എല്ലാം അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഇല്ലാതെ ഞാൻ മിക്കതും സുഹൃത്തുക്കളാണ്. ഈ സെറ്റിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ മുന്നൊരുക്കം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? എനിക്കിപ്പം ഞാൻ ചേട്ടൻ്റെ പടം, കാരണം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അത്ര ഹെവി ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു വലിയ നടനോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ വളരെ പാർട്ട് ടൈം ആക്ടറായിട്ടാണ് എന്നെ ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഹെവി പെർഫോമൻസ് ഓറിയൻറ്റഡ് ക്യാരക്ടേഴ്സ് ഒന്നും എൻ്റെ ലൈഫിൽ വന്നിട്ടേ ഇല്ല. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ട തക്കുള്ള ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ എനിക്ക് ആക്ച്വലി ചലഞ്ചിങ് ആയി തോന്നി തിരയിൽ നിന്ന് കുഞ്ഞിരാമായണത്തിലൊരു ഷിഫ്റ്റ്. കാരണം തിര ഭയങ്കര സീരിയസ് സിനിമയെന്ന് കുഞ്ഞിരാമായണം എത്തിയപ്പോൾ 10 വയസ്സ് കുറവുള്ള ഒരു പൊട്ടനായിട്ട് അഭിനയിച്ചത്. അത് ആക്ച്വലി പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ആക്ച്വലി. അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറക്ടർ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് അത് കൺസീവ് ചെയ്തിട്ടുണ്ടാവും ആ ക്യാരക്ടർ എന്താണെന്ന്. അപ്പോൾ ഐ ആം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ സംവിധായകൻ നന്നാവുന്ന അത്രയേ ഉള്ളൂ എൻ്റെ അഭിനയം. ഐ എം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ അഭിനയം നന്നാവാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ ഡയറക്ടറിനാണ്. ബിക്കോസ് എന്നെക്കൊണ്ട് കഴിയാവുന്നതും എൻ്റെ നല്ലതും മാത്രമേ എൻ്റെ ഏട്ടൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ എൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഒക്കെ അറിയുന്ന ഒരാളും കൂടിയാണ്. എന്താ പറയണ്ടേ, എൻ്റെ പ്ലസ്സും മൈനസ് ഒക്കെ അറിയുന്ന ഒരാളും കൂടിയാണ്. എൻ്റെ ആദ്യ സിനിമ എടുത്ത ആളാണ്. സോ സ്വാഭാവികമായിട്ടും അയാൾ എന്നെ പോർട്രേ ചെയ്യുന്ന സമയത്ത്, അയാളുടെ സിനിമയിൽ അദ്ദേഹം പോർട്രേ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ ഏറ്റവും ബെസ്റ്റും കാണിക്കാൻ അയാൾ ശ്രമിക്കുകയുള്ളൂ. അപ്പം ഹീ നോസ് വാട്ട് ഐ എം കേപ്പബിൾ ഓഫ്. അപ്പം അതുകൊണ്ട് സിനിമ എന്നും സംവിധായകൻ്റെയാണ്. വി ആർ ജസ്റ്റ് ടൂൾസ്. അല്ലെങ്കിൽ നമ്മൾ വെറും ഇതിൽ അവർ കൺസീവ് ചെയ്ത രീതിയിൽ നമ്മൾ അഭിനയിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ മുകളിലുള്ള എഫേർട്ട് എത്ര എടുത്താൽ പോലും അങ്ങനെ ഇൻഹിബിഷനായിട്ട് പോകുന്ന ഒരു ആക്ടർ അല്ല ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോംവർക്ക് ചെയ്തിട്ട് പോകാൻ തക്കമുള്ള ഭയങ്കര ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമയും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. രണ്ടാമത്തെ ചോദ്യം, മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ബ്രഹ്മയുഗം ഉണ്ടായിരുന്നു, പ്രേമലു ഉണ്ടായിരുന്നു, ഇപ്പം നമ്മുടെ മഞ്ഞുമൽ ഉണ്ടായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ എന്ന ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് തോന്നിയ ഒരു ബിഗ് ബ്രേക്കിംഗ് സിനിമ ഏതായിരുന്നു? ഞാൻ ഈ സെക്കൻഡ് പീരീഡ് ആണേ പറയുന്നത്. ലൈക്ക് നമ്മൾ മലയാള സിനിമ ഇപ്പം എല്ലാവരും ഈവൻ ഡയറക്ടേഴ്സ് അടക്കം പറയുന്നു ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ഓഫ് മലയാളം സിനിമ, ആസ് ഒരു സുവർണ്ണ കാലം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ പ്രേമലു നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീനേജ് റൊമാൻസ് അല്ലെങ്കിൽ അതൊരു സക്സസ്ഫുൾ ഫോർമുലയാണ്. ടീനേജ് റൊമാൻസ് അങ്ങനെ ഒരു കാറ്റഗറിയിൽ സിനിമകൾ കുറവാണ്. വെച്ചാൽ ടീനേജ് റൊമാൻസ്, സർവൈവൽ ത്രില്ലർ സക്സസ് ഫോർമുലയാണ്. ഇപ്പം നമ്മൾ ഇതിനു മുന്നേ ഹെലൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, ചേട്ടനാ പ്രൊഡ്യൂസ് ചെയ്ത്, നമ്മൾ ആ ഫണ്ടാസ്റ്റിക് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കമ്പനിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഹെലൻ സർവൈവൽ ത്രില്ലറായിരുന്നു, അന്യഭാഷയിലടക്കം റീമേക്ക് ചെയ്യപ്പെട്ടു ആ സിനിമ. സക്സസ്ഫുൾ ഫോർമുലയാണ് ഹെലൻ. സർവൈവൽ ത്രില്ലർ ഇസ് ഓൾവേസ് എ സക്സസ്ഫുൾ ഫോർമുല. കാരണം ഡിക്കാപ്രിയോ എത്രയോ സിനിമ ചെയ്തിട്ട് ഡിക്കാപ്രിയോനെ ഓസ്കർ കിട്ടുന്ന റെവനൻ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഓക്കെ, അതിനേക്കാളും ഗംഭീര അഭിനയം പുള്ളി കാഴ്ചവെച്ച സിനിമയൊക്കെ ഉണ്ട്. സോ സർവൈവൽ ത്രില്ലർ ഇസ് ഓൾവേസ് എ സക്സസ് ഫോർമുല. സോ മഞ്ഞുമൽ ബോയ്സ് ബിക്കോസ് സക്സസ് ഫോർമുലയിൽ വെൽ മെയ്ഡ് സിനിമ, അത് നമ്മൾ എന്തായാലും പറഞ്ഞേ പറ്റൂ. ഈ ഫോർമുലയിൽ പെടുന്ന വെൽ മെയ്ഡ് ആയിട്ടുള്ള സിനിമ. എഗെയിൻ പ്രേമലു സക്സസ്ഫുൾ ഫോർമുലയിൽ പെടുന്ന വെൽ മെയ്ഡ് ആയിട്ടുള്ള ടീനേജ് കോമഡി, പിന്നെ സ്പൂക്കി ആയിട്ടുള്ള ത്രില്ലർ ഹൊറർ. ആൻഡ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ബാനർ പറവ ഫിലിംസ്, മറ്റ് വൈനോട്ട് സ്റ്റുഡിയോസ്, ഭാവന സ്റ്റുഡിയോസ്. ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബാനറും ഗുഡ് കണ്ടന്റ് കൊടുക്കുന്ന, ഗുഡ് സിനിമ കൊടുക്കുന്ന ബാനറിൽ നിന്ന് വന്ന സിനിമകളാണ്. ധ്യാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂസിന് ഏറ്റവും കൂടുതൽ ട്രോളന്മാർക്ക് വലിയൊരു പങ്കുണ്ട് അതിന്റെ വിജയത്തിന്റെ ഇല്ലേ? അതായത് നമ്മളിപ്പോൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ യൂട്യൂബിലുള്ളത്. അതിന്റെ മെയിൻ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ട്രോൾ വീഡിയോസിലൂടെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ധ്യാൻ ചേട്ടൻ്റെ ഒരു സക്സസിന്റെ പിന്നിൽ ഈ ട്രോളന്മാരുടെ പങ്ക് എത്രത്തോളം ഉണ്ട്? ഉണ്ടാവും. അല്ല എല്ലാ സക്സസിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഇത് ഇന്റർവ്യൂ ഇതാവുന്നതൊന്നും ഭയങ്കര സക്സസ് ആണെന്ന് നമ്മൾ വിചാരിക്കാതിരുന്നാൽ പോരെ. ഇതാണോ വലിയ സക്സസ് ജീവിതം? അതല്ല ഞാൻ പറയുമ്പോൾ നമ്മളാണ് അല്ല, എൻ്റെ സക്സസിന്റെ പുറകിൽ എന്ന് പറയുന്നത് എന്താണ് സക്സസ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ. അതായത് ധ്യാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂസിൽ നിന്നാണ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടെന്ന് ഞാൻ കരുതുമ്പോഴല്ലേ കുറച്ച് പേര് കുറെ ഇന്റർവ്യൂ ഉണ്ട്, ഞാൻ എന്തൊക്കെയോ വായി തോന്നി വിളിച്ചു പറഞ്ഞു. പക്ഷെ അത് വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, അവരെവിടെയൊക്കെയോ എന്നെ എന്തൊക്കെയോ അടുത്ത വീട്ടിലെ പയ്യൻ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഒരാളെന്ന് എന്തോ ഒരു കണക്ഷൻ അല്ലെങ്കിൽ എന്തോ ഒരു സാധനം തോന്നിക്കാണും. ബോയ് എന്റർടൈൻ ചെയ്യുന്നുണ്ടല്ലോ. അതെ, ഞാൻ പറഞ്ഞില്ലേ, അത്
ഇന്ന് എന്നാ പിന്നെ കുറച്ച് എൻ്റർടൈൻ ചെയ്തേക്കാം ഒരു ഇൻ്റർവ്യൂവിലൂടെ. ഇന്ന് ഞാൻ നിങ്ങൾ ആരെ എൻ്റർടൈൻ ചെയ്യാൻ വന്നതല്ല. നമ്മൾ സംസാരിക്കാൻ വന്നു, കോൺവെർസേഷൻ. ഇതിനിടയിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചിരി തോന്നുമായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അല്ലാതെ ഞാൻ എൻ്റർടൈൻ ചെയ്യാൻ വന്നതല്ല. ഞാൻ ഹൈദർ അലി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് വിളിച്ചു, ഞാൻ ഈ പരിപാടിക്ക് വന്നു. അല്ലാതെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ വന്നതാണോ ഞാൻ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചേട്ടൻ്റെ വീഡിയോസ് കൂടുതലും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരു ഇന്റർവ്യൂക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഇരിക്കുന്നതോ ഇവരെ എന്റർടൈൻ ചെയ്യാം, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും പറയാം, എന്തെങ്കിലും തഗ് എന്റർടൈൻ ആവുന്നുണ്ടല്ലോ. അപ്പൊ അത് വലിയ അത് നിങ്ങളുടെ തെറ്റല്ലല്ലോ. അത് നമ്മൾ ആക്ച്വലി കൂടുതൽ വീഡിയോസും ട്രോൾ വീഡിയോസും നമ്മൾ കണ്ടപ്പോഴാണ്. അപ്പൊ എടാ ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ അത് ഞാനൊരു സക്സസ് ഇതായിരുന്നോ, ടേണിംഗ് പോയിന്റ് ആണെന്നോ, അതൊരു വലിയ സംഭവമാണെന്നോ ഒന്നും ഞാൻ ധരിക്കാത്തിടത്തോളം അത് നിങ്ങൾ പറയുമ്പോൾ ഈ ഇഷ്ടം കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പ്രധാന ചോദ്യം എന്ന് വെച്ചാൽ ട്രോളന്മാരുടെ പങ്കാണ് എനിക്ക് അറിയേണ്ടത്. വലിയ എന്താ പറയണ്ടേ ഞാൻ അതിന്? അവരെ പറ്റി എന്താണ് പറയാനുള്ളത്? ട്രോൾ ഉണ്ടാക്കി നല്ലതല്ലേ നമ്മളെല്ലാം എല്ലാവരുടെയും പുള്ളി ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെ എടുക്കുന്നതാണ്. അതിന്റെ ഏത് സെൻസിൽ? ഓഫ് കോഴ്സ് നല്ല സെൻസിൽ എടുക്കുന്നുള്ളൂ. നമ്മളെല്ലാം പോസിറ്റീവ് സെൻസിൽ എടുക്കും. കാരണം അതൊക്കെ തമാശയല്ലേ എല്ലാം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കളിയാക്കാനും കളിയാക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു സാധനം. ഇപ്പം ഞാൻ എല്ലാവരെയും പൊതുവേ തമാശ പറഞ്ഞും കളിയാക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഒരാൾ കളിയാക്കുമ്പോൾ ഞാൻ ആ സെൻസിലല്ലേ എടുക്കാൻ പാടുള്ളൂ. ഞാൻ ആ സെൻസിൽ എടുക്കുന്ന ആളാണ്. സുഖം. എൻ്റെ പേര് ജസീന. അപ്പം ഞാൻ ഒരുപാട് നല്ല മൂവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ധ്യാൻ്റെ സംസാരം കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ ഇപ്പം ഇൻഫ്ലുവൻസറായി വർക്ക് ചെയ്യുന്നതും ഇപ്പം ചെറുതായിട്ടൊക്കെ ആക്ടിങ് ചെയ്യുന്നതൊക്കെ എനിക്കൊരു പാഷൻ കാരണമാണ്. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ തന്നെ ഒരു പാഷനും കൂടി വേണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ദുബായിൽ വന്നിട്ട് ഒരുപാട് മൂവീസ് എല്ലാം ചെയ്ത്, ഇപ്പം ലാസ്റ്റ് അയ്യർ ഇൻ അറേബ്യ അങ്ങനെ എല്ലാം ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, ഇവിടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യോ? എക്സ്പീരിയൻസോ? നല്ലതായാലും മോശമായാലും എന്തെങ്കിലും ഒരു മറക്കാൻ ദുബായ് തന്നെ എക്സ്പീരിയൻസ് അല്ലേ മനസ്സിൽ നിൽക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ എത്രയോ ഫസ്റ്റ് അങ്ങനെ ഞാൻ ദുബായിൽ ആദ്യമായിട്ട് വരുന്ന ആളല്ല. അപ്പം പിന്നെ എനിക്ക് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പം എനിക്കൊന്ന് 90s തുടക്കത്തിലൊക്കെ ഞാൻ അച്ഛൻ്റെ കൂടെ വന്ന കാലം തൊട്ടിട്ടുള്ള എത്ര 90s 93 94 അന്ന് അച്ഛൻ്റെ കൂടെ വരാൻ തുടങ്ങിയത് ദുബായിൽ. ഷോസിനും സ്റ്റേജ് ഷോസ്, ഓണം സെലിബ്രേഷൻ, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ദുബായുമായിട്ട് കണക്ട് ചെയ്ത്. ഞങ്ങളുടെ നാട്ടിലെ ഒരു കുടുംബക്കാർ, ഞങ്ങളുടെ ജില്ലയിൽ ഒരു ഒട്ടുമുക്കാൽ ഒരു 50% ആൾക്കാർ ദുബായിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ദുബായ് എന്ന് പറയുമ്പോൾ നമുക്ക് അഗെയിൻ നമ്മളെ അടുത്ത സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ്. ഞങ്ങളെ ബന്ധുക്കളൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് ഹൈക്കനെ ഒന്ന് കാണാൻ തന്നെ ഞങ്ങൾ പറ്റാത്തതിൻ്റെ കാരണമൊക്കെ എല്ലാ ദിവസവും ഓരോ വീട് പോവുക, സൽക്കാരം പരിപാടിയും കാര്യങ്ങളും. അപ്പോൾ ദുബായ് വരുന്നതിനൊരു സന്തോഷം. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പെട്ടെന്ന് എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ എനിക്കത് പെട്ടെന്ന് ദുബായ് എക്സ്പീരിയൻസ് ഒക്കെ പറയാം. കുറേ വർഷങ്ങളായിട്ട് വരുന്നതുകൊണ്ട് ഒരുപാട് ഓർമ്മകളും ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ ലവ് ആക്ഷൻ ഡ്രാമ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ അന്ന് വേറെ കഥയൊക്കെ ആയിരുന്നു, ഷൂട്ട് ചെയ്തതൊന്നുമല്ല. പക്ഷേ അന്ന് അത് എഴുതിയത് ഞാൻ ദുബായിൽ വെച്ചിട്ടാണ്. ദുബായിൽ താമസിച്ച് ഞാൻ ഏകദേശം 2 മാസത്തോളം ദുബായ് താമസിച്ചിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് തുടക്കമൊക്കെ ഞാൻ എഴുതിയതൊക്കെ. പിന്നീടും ഷൂട്ടിന് വന്നു. പിന്നെ അങ്ങനെ ലൈഫിന് ഒരു 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 എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഒരു സെക്കൻഡ് ഹോമാണ് ദുബായ്. അപ്പം പെട്ടെന്നൊരു എക്സ്പീരിയൻസ് പറയുമ്പോൾ എനിക്കൊരു ഓർത്തെടുക്കാൻ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ഉണ്ട് ദുബായിൽ. മൂവീസിന് കൂടുതൽ ഞാൻ ഇന്റർവ്യൂസ് ആണ് ഞാൻ കാണുന്നത്. അതാ നല്ലത് മോളെ, സത്യം പറയാം. അപ്പോ ഇന്റർവ്യൂസ് ഭയങ്കര എന്റർടൈനിങ് ആണ്. ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോ ഇനി മറുപടി എന്താന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എന്തായാലും മൈക്ക് തന്നല്ലോ, ഞാൻ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ മാത്രമേ അപ്പൊ മൈക്ക് തന്നല്ലോ, എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കാം. അപ്പോ ഈ നിർത്തിക്കൂടെ നിന്റെ ഇളപ്പിളക്കൽ എന്നാണോ? ഈ ദുബായത്തെ പ്രകൃതിയില് നല്ല എന്താ പറയാ, നല്ല തേങ്ങയാ, സോറി, അയ്യോ പ്രകൃതി വരെ ഓക്കെ. ബാക്കി ദുബായത്തെ പ്രകൃതിയില് നല്ല ഈന്തപ്പഴം ഇതെന്താ? അല്ല, അതിന്റെ ഇംഗ്ലീഷ് പറ, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. അല്ല, എന്താ പറയാ, അല്ല ഞാൻ പറയിപ്പിച്ചെടുത്തോളാം.
എന്താ ഉദ്ദേശിക്കുന്നത്? ആ ദുബായിത്തെ പ്രകൃതിയില് നല്ല തഗ്ഗടിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയി പോയിട്ടോ. ഇത് നമ്മള് ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ തഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒരാൾ പറയണം. ഇപ്പം ഞാൻ ഇത് ദുബായ് തന്നെ കഴിഞ്ഞ ഒരു പരിപാടിക്ക് വന്നേരം ഒരു മൂപ്പർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട്, അപ്പോൾ ഇതേപോലെ കോട്ടൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ നോക്കി, കുറേ നേരം നോക്കി, എന്താ ഒന്നും പറയുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ അപ്പോൾ പറ തഗ് പറ. അപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞു തഗ്ഗെന്തെങ്കിലും പറ എന്ന് പറഞ്ഞു. മൂപ്പർ ഇവിടുത്തെ വലിയൊരു ആളാണ് കേട്ടോ. അപ്പോൾ പൈസക്ക് നിങ്ങളല്ലേ ഞാൻ അപ്പോ ഒരു കാര്യം, നിങ്ങൾ എന്നെ സുബേറാജി ആക്കുന്നുണ്ടോ? അങ്ങനെ മൂപ്പർ എന്നോട് പറഞ്ഞു തഗ് പറ എന്ന് പറഞ്ഞു. മൂപ്പര് ഭയങ്കര ഇവൻ എന്തെങ്കിലും എന്നോട് പറഞ്ഞ് ജയിക്കുന്ന ആ വാക്ക് തർക്കത്തിന് ഇങ്ങനെയൊക്കെ നീ പറ, ഇന്റർവ്യൂലെല്ലാം പറയുന്നല്ലേ തഗ് പറ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെന്തെങ്കിലും പറ. അപ്പോൾ പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞാലേ ഇനി തഗ് പറയുള്ളൂ അല്ലേ എന്ന്. അങ്ങനെയാണ് ആ തഗ് നമുക്ക് വേണ്ടെന്നല്ലോ. അപ്പം എനിക്ക് എന്തെങ്കിലും നിങ്ങൾ ഇട്ട് തന്നാൽ മാത്രമേ എനിക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂന്നേ. ഞാൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളൊന്നും ഇട്ടിരുന്നില്ല. നിങ്ങൾ എല്ലാവരും ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് വന്ന ആൾക്കാരാട്ടോ. എന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും ഇതാക്കാൻ വേണ്ടി. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് മനസ്സിലായെന്നറിയാമോ, നിങ്ങളെല്ലാം ഭയങ്കര തയ്യാറെടുത്ത് വന്നതാ അല്ലേ? അല്ലല്ല, ഞാൻ പ്രതീക്ഷിച്ച ആൻസർ എന്താന്ന് വെച്ചാല് ഞാൻ വിചാരിച്ച് ഇപ്പോ ഞാനിത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു ഈ തഗ്ഗല്ല, ഈ ദുബായില് ഈ പ്രകൃതിയിൽ നല്ല പെഗ്ഗടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പ്രതീക്ഷിച്ച ആൻസർ അതൊക്കെയാണ്. എന്തായാലും താങ്ക് യു. കുറച്ചും കൂടി കടന്ന് ചിന്തിച്ചു. അത് ഞാൻ ചിന്തിച്ചില്ലല്ലേ നമ്മളെ അവസാനം. ഞാൻ മദ്യപിക്കാറില്ല നമ്മളതാ. സാരിയായിട്ട് ചോദിച്ചോ. അതുകൊണ്ട് ആ മറുപടി വരാത്ത ഗംഭീരായിട്ടോ. വാഹിദ്, അവസാന ചോദ്യത്തിലേക്ക് ആള് എത്തിയത് ഇപ്പോഴാണ്. അല്ല, ഇതിന്റെ അടുത്ത് മൈക്കോ അങ്ങ് പേടിയാണ്. കാരണം പറയാനുള്ളത് പൂർത്തീകരിക്കാനുള്ള സമയത്തില്ല. അതിന്റെ മുന്നേ മൈക്കോടെ വെച്ചു കഴിഞ്ഞ തവണത്തെയാണല്ലേ എന്നോടുള്ള അല്ലേ? ദാൻ ബ്രോ, ഹൗ ആർ യു? അതാ സുഖം. My name is Abdul Wahid, coming from Kerala, Malappuram district. I have waterfront in market business. I am a social media influencer as well. സാധാരണ എല്ലാവരും പറയും അജ്മൽ ഖാന് ഫ്രീക്കന്മാരെ സൂപ്പർ സ്റ്റാർ എന്ന്. പക്ഷെ എന്നോട് അധികം ആളുകളും പറയാറ് സാധാരണക്കാരുടെ സൂപ്പർ സ്റ്റാർ ആണ്. സിനിമയിലല്ല, ഞാൻ സോഷ്യൽ മീഡിയയിലേ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇംഗ്ലീഷ് പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ 2 ദിവസം മുന്നേ നമ്മളെ മംസാർ ബീച്ചിൽ 2 ഇംഗ്ലീഷുകാർ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു അമ്മയും മോനും. അപ്പൊ ഞാൻ പോയി സംസാരിച്ചപ്പം കുറെ ടൈ കെട്ടിയ ആളുകൾ എന്റെ ക്യാപ്ഷനിൽ അല്ല കമന്റ് ബോക്സിൽ ആരാ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇപ്പോ സാറ് ശ്രീനിവാസേട്ടന്റെ മോനായതുകൊണ്ട് സിനിമയിലെത്തി. സാറ് ശ്രീനിവാസേട്ടന്റെ മോൻ അല്ലല്ല, മോനായതുകൊണ്ട് ശ്രീനിവാസൻ സാറിന്റെ മോൻ. അതന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അതേപോലെ എൻ്റെ ഒപ്പം മീൻകാരനാണ്, ഞാൻ മീൻ മാർക്കറ്റിലെത്തി. അപ്പോൾ ചില ആളുകൾക്ക് ധാരണ ഉണ്ട് ഓരോ എങ്ങനെയാണോ ഓരോരുത്തർ ആ ലെവലിൽ പോകണം എന്നുള്ളത്. അതിനെ മാറ്റി തിരുത്തണം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഇപ്പം എനിക്ക് ടൈ കെട്ടിയ ആളുകളോട് പറയാം, നിങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് സംസാരിക്കണോണ്ട് ഇതുവരെ ഒരു സിനിമാടന്മാരോട് സംസാരിക്കാൻ പറ്റിയില്ല. അല്ല, അതല്ല എൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ. അപ്പൊ എനിക്കിപ്പം പറയാം അഭിമാനത്തോടെ ശ്രീനിവാസേട്ടന്റെ മോനോട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയെന്ന്. എന്താ വേണ്ടിയത്? വാ, സെറ്റല്ലേ? സെറ്റല്ലേ? അപ്പൊ ചോദ്യം പറഞ്ഞ ഇംഗ്ലീഷ് എനിക്ക് ആദ്യം മനസ്സിലായില്ല. എന്താ അല്ല, ഞാനേ ഇവിടുത്തെ പഠിച്ചിന്, എവിടുത്തെ ഓസ്ട്രേലിയ പറയുമ്പോ ആ പറയുന്ന ഇംഗ്ലീഷ് മറ്റുള്ളവന് മനസ്സിലാവുന്നും കൂടെ അല്ല. മാർക്കറ്റില് അതല്ല, മാർക്കറ്റില് ഞാൻ ഫിഷ് മാർക്കറ്റിലാണ്. ഏകദേശം ഞാൻ 38 ഭാഷ സംസാരിക്കും. ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ഇറാനി, ഒരുപാട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യത്തിന് ബിസിനസ് പരമായിട്ട് ഞാൻ നമ്മളെ ദുബായ് ഫിഷ് മാർക്കറ്റ്, അതായത് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാണ് ദുബായ് ഫിഷ് മാർക്കറ്റ് എല്ലാം കൊണ്ടും. അപ്പൊ അവിടുത്തെ ഒരു മീൻ കച്ചവടക്കാരനാണ് ഞാൻ. അപ്പൊ ഞാൻ അത് ഈ ഭാഷ എന്ന് പറഞ്ഞാല് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതി. അത് ഞാൻ ഇപ്പടുത്ത്
ഞാൻ 2017 ദുബായിൽ വന്നേരം എൻ്റെ കൂടെ എൻ്റെ ഒരു ചങ്ങയുണ്ട്. അവൻ ഇവിടെ അത്യാവശ്യം അജ്മലിനെയൊക്കെ പോലെയാ, അടി വൻ ലുക്കും. കാസർഗോഡ് പിള്ളേരൊക്കെ ഇല്ലേ മറ്റേ നമ്മുടെ നാട്ടില്. അല്ല ഞാൻ ലുക്കിൽ മോശം അല്ല നിങ്ങളല്ല, അയ്യോ ഞാൻ. അപ്പൊ ഇവന് ദുബായ് മോളിൽ പോയി. അപ്പോൾ ദുബായ് മോളിൽ പോയപ്പോൾ ഇവൻ ദുബായ് കുറെ 10 കൊല്ലം ദുബായിലായിട്ടുണ്ട്. ഇവൻ വന്നിട്ട് എന്നോട് വന്നിട്ട് കടയിലൊക്കെ ഞാൻ ചോദിച്ചു, എടാ അപ്പോൾ ഒരു വലിയ കടയിൽ പോയപ്പോൾ ഞാൻ വന്നിട്ട് ചോദിച്ചു. അപ്പോൾ അയാൾ വന്നിട്ട് ഇത്ര ദിർഹംസ്, ഇത്ര AD, ഇത്രയെന്നെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ കുറച്ചൊന്ന് റീകോൾ ചെയ്തപ്പോൾ ഇവൻ ചോദിച്ചെന്ന് വെച്ചാൽ ഇതിൽ എത്ര ബല, ഫുള്ള് മലയാളാ. ഇതെന്താ ബല, ഇതെന്താ എത്ര ആയിക്കോട്ടെ, ഇതെന്താ കുറച്ച് ആക്സെന്റ് മാത്രമേ ഉള്ളൂ അറബി, ബാക്കിയെല്ലാം മലയാള. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞിടാ ഓന് കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലായി. അപ്പോൾ ഭാഷ അത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലാവാനുള്ള സാധനം അത്ര ഭാഷ പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. നിങ്ങൾ 38 വേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന ഒരൊറ്റ മലയാളം മതി. പിന്നെ വേറെ എന്തൊക്കെ സുഖമല്ല? അപ്പോൾ ചോദ്യം തന്നെയാണ്, സിനിമയിൽ നമ്മളെ അജ്മൽ ഖാനെ പോലുള്ളവർക്കൊക്കെ വല്ല എന്തോ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലേ അജ്മൽ ഖാനോട്? അല്ല, അജ്മലിനെ പ്രത്യേകം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ഏകദേശം ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്താ പറയുക, ഏകദേശം 4 മില്യണോളം ഫോളോവേഴ്സ് ഉള്ള ഒരാള് ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട് അജ്മലിനോട്, ഞാൻ റൂമിലെത്തിയപ്പോൾ എന്റെ ഫോളോ ചെയ്തിരുന്നു. ഇനി എന്താ വേണ്ടി? അപ്പോൾ ഇതേപോലുള്ള അജ്മലിനെ പോലുള്ള ആളുകളൊക്കെ നിങ്ങളെ സപ്പോർട്ടിൽ എവിടെയെങ്കിലും എത്താണ്ടെങ്കിൽ സിനിമാ ഫീൽഡിൽ എത്തണമെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അല്ല എല്ലാവരും നന്നാവട്ടെ, എന്തിനാ ഒരാൾ മാത്രം, അജ്മൽ ഖാൻ മാത്രം നന്നായാൽ മതിയാ? അല്ല ഇവരെ ബാക്കിയുള്ളവരെല്ലാം നശിച്ചു പോട്ടെ എന്നാ. പിന്നെ ഞാൻ ഇന്ന് എനിക്ക് 2-3 ഞാനിപ്പോഴത്തെ അത്യാവശ്യം മീനിന്റെ പരിപാടി മാത്രമല്ല പ്രൊമോഷൻ വർക്കുകൾ അത്യാവശ്യം ചെയ്യാറുണ്ട്. ഇന്ന് 2-3 ഇതിൽ കഴിഞ്ഞ് ഒഴിവാക്കിയിട്ട് ഞാൻ പോകുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈദരാബാദ് ഉണ്ട്. അതുകൊണ്ട് കാരണം ഹൈദരാബാദിന്റെ പ്രോഗ്രാമില് ഒരു ഇത് വേണമെങ്കിൽ ഏത് ആ കരിവേപ്പില ഇട്ടാലാണ് കറി ഫുള്ളാവുന്നുള്ള ചിലൊരു ധാരണ ഉണ്ട്. അതേപോലെ ഹൈദരാബാദിന്റെ പരിപാടിക്ക് ഞാൻ എത്തുമ്പോഴാണ് അതിന് ഫുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈദരാബാദ് എവിടെ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് അവിടെ ഓടിയെത്തും. പോരെ? പക്ഷെ അപ്പൊ തന്നെ ചോദ്യമൊന്നുമില്ല. എനിക്കൊരു ചോദ്യം, എനിക്ക് വായനയുടെ ഒരു ചോദ്യമുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയിൽ ഒരു മീൻകാരനായിട്ട് അഭിനയിക്കാൻ ചാൻസ് കിട്ടി, ഞങ്ങൾ അഭിനയിക്കുമോ? മീൻകാരനല്ല, ഏത് വേഷം കിട്ടിയാലും ഞാൻ പൊളിക്കും. മീൻകാരൻ മോശ അല്ലല്ല, പിന്നെ ഏറ്റവും വലിയ തൊഴിലാണ് ഞാന്. ആ സ്ക്രിപ്റ്റ് അങ്ങ് കൊടുക്കുക, പൈസ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അത് ഞാൻ പണ്ട് ഇതേപോലെ ഭാഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ പണ്ട് എറണാകുളത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കലൂർ സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ സീറ്റ് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടെ ബിനാലയുടെ പരിപാടിയൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇവൻ അവിടെ ആർട്ടിസ്റ്റും പരിപാടിയൊക്കെ ആയിട്ട് പോന്ന ഇവൻ പറഞ്ഞ്, അപ്പം ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിൽ ഭയങ്കര വായനോട്ടോ വൈകുന്നേരം. അപ്പോൾ പുള്ളി ഒന്നും ശരിയാവുന്നില്ല, സെറ്റാവുന്നില്ല ആ ഏരിയയിൽ വായി നോക്കിയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ആ ഫോട്ടോ വെച്ച് പോട്ടെ, അവിടെ ആകുമ്പോൾ കുറച്ച് മദാമമാരും സായിപ്പുമാരും ഒക്കെ കിട്ടുമല്ലോ, അവരെ പോയി വളക്കാന്ന്. അപ്പം ഞാൻ അവനോട് പറഞ്ഞ്, നീ അറിയാവുന്ന മലയാളം വെച്ചിട്ട് ഒരുത്തിനെ വളച്ചിട്ടില്ല, പിന്നെ അറിയാത്ത ഇംഗ്ലീഷ് വെച്ചിട്ട്. അത് ഞാൻ വെറുതെ ഒന്ന് ഓർത്തെടുത്ത ഓർമ്മകളാണല്ലോ വരുന്നത്. എന്തായാലും അവിടെ 3 പെൺകുട്ടികളുണ്ട്, 3 ഒരുമിച്ച് 3 പെൺകുട്ടികളെയും കൂടെ വിളിക്കണോ? വിളിക്കണോ? ധ്യാന്റെ കൂടെ ഡാൻസാ? ചോദ്യം ചോദിക്കാന്. അപ്പൊ ചോദ്യം അവിടെ ഇരുന്ന് ചോദിക്കാം. ആരെ ചോദിക്കാനുണ്ടോ? അത് അന്ന് അടുക്കിയിരിക്കുന്നത് 3 ആരാ ചോദിക്കുന്നത്? മഫ്തട്ട പെണ്ണ്. പേരില്ലേ? എന്റെ പേര് ഫെബിൻഷ. ഓ, നിങ്ങളെ നാട്ടുകാരിയാണ്, തലശ്ശേരി. തലശ്ശേരിയാ? ഓ അടിപൊളി. കൂത്തുപറമ്പില്ല, കൂത്തുപറമ്പുകാരനായോണ്ട് ഞാൻ ചോദിക്കാം. നേരത്തെ അമ്മന്റെ കൂടെ ഉള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പോ ലാസ്റ്റുള്ള ആ ഡയലോഗ് എന്തിനാ വന്ന ആ ഒരു ഡയലോഗ് പറഞ്ഞില്ലേ, എനിക്കത് കേട്ടപ്പോ നമ്മളെ നാട്ടില് നാച്ചുറൽ ആയിട്ട് പറയുന്ന ആമ്പിള്ളർ പറയുന്ന ഒരു കാര്യമാണത്. പക്ഷെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ അമ്മനെ ഇഞ്ഞിന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് വരും. നമ്മളെ നാട്ടിൽ ഇപ്പൊ എന്റെ വീട്ടിൽ അപ്പുറക്കാലും നമ്മള് ഉമ്മാനെ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അങ്ങനെയാണെങ്കിലും നമ്മൾ ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം പിടിക്കുമ്പോ ഉമ്മാനോടായാലും ഇങ്ങനെ ആക്കി അങ്ങനെ നമ്മൾ ചോദിക്കും. പക്ഷെ നമ്മൾ ഏറ്റവും ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്നത് നമ്മൾ ഭയങ്കര ആയിരിക്കും വീട്ടില്. നമുക്ക് പൊതുവെ നമ്മളെ ഒരു തലശ്ശേരിക്കാരിൽ തോന്നിയതാണ്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ട്. അപ്പോ ഇങ്ങക്ക് പുറത്ത് കുറെ നിങ്ങളിപ്പോ പുറ രാജ്യങ്ങളിലും പിന്നെ എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞ്, അപ്പൊ മറ്റുള്ളിടത്ത് പോയപ്പോ നമ്മളെ നാടുമായിട്ട് എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടോ?
നമ്മളെ തലശ്ശേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇപ്പൊ ഞാൻ എവിടെ പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മളെ നാടും തലശ്ശേരിയാണ്. അത് എല്ലാവർക്കും ഓരോരുത്തരുടെ നാടായിരിക്കും. പക്ഷെ പൊതുവെ നമ്മൾ കുറച്ചും കൂടിയും ഫാമിലി ഓറിയന്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഈ കോളേജെല്ലാം വിട്ട് പഠിത്തമൊന്നും ഇല്ലാത്ത സമയത്തെല്ലാം ഇവരെല്ലാം കൂട്ടിരുന്നിട്ട് ഹോമമായിരുന്നു കുടുംബക്കാർ മൊത്തം, ഞാൻ നന്നാവാൻ വേണ്ടിയിട്ട്. അപ്പം അത്രമാത്രം കുടുംബക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മേൻ്റെ ആങ്ങളേനെ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞ നമുക്ക് അത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് രഹസ്യങ്ങളില്ല അല്ലേ, എല്ലാം പരസ്യ. അത് ഓളോട് പറയണ്ട കേട്ടോ, ഓൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം അറിയൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഒരു മുഖവരയുടെ ആവശ്യമോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര തുറന്ന പുസ്തകമാണ് എല്ലാവരുടെ ജീവിതവും. അപ്പൊ അവിടുന്ന് വരുന്ന ആളായതുകൊണ്ടും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആയതുകൊണ്ടും ഇവിടെ വന്നിട്ട് തന്നെ ആരെയും അങ്ങനെ ഒരു കള്ളത്തരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാനും ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് പറയാനുള്ള മനസ്സ് കാണിക്കുന്ന ഏറ്റവും വലിയ കാര്യം അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ നാട്ടുകാർ. അതുകൊണ്ട് നല്ലതാണ്. പരിപാടി കഴിഞ്ഞില്ല, പരിപാടി തുടരുകയാണല്ലോ. അപ്പൊ ഇപ്പം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ ധ്യാന്റെ അടുത്ത്, ഈ പേരുമായി ബന്ധപ്പെട്ട് എന്ത് സാമൂഹ്യം ചോദിച്ചാൽ മറുപടി കൊടുത്തു. അപ്പൊ ഇദ്ദേഹം ഒരു പെർഫ്യൂമുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ മെയിൻ സ്പോൺസറാണ്. അപ്പൊ അദ്ദേഹം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പോകേണ്ട സമയം ആ ഗിഫ്റ്റ് ഒന്ന് കൈമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒന്ന് വരുവാണെങ്കിൽ കോറൽ പെർഫ്യൂമിന്റെ ജീവാത്മാവായ നമ്മുടെ സ്വന്തം ഷിബിബോയ് ഇന്ന് ഒരുപാട് മേജർ ഷോസ് ഒക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് കോറൽ. സാധാരണക്കാരുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെ, ഫൈസലിക്കയുടെ മോന്റെ ജാസിമിന്റെ കല്യാണത്തിന് നല്ലൊരു ഇൻവിറ്റേഷനിൽ കൊടുത്തിരുന്ന സംഭവം അദ്ദേഹത്തിന് ധ്യാൻ കൊടുക്കുന്നുണ്ട്. സ്പോൺസറിനുള്ള ഒരു മൊമെന്റോ ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ മിസ്റ്റർ ഷിബി ഏറ്റുവാങ്ങാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. താങ്ക് യു. ഞങ്ങള് ജീവിക്കുന്നത് നിങ്ങളെ കൊണ്ടാണ്, ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടാണ്. ഞങ്ങൾ നിങ്ങളെ കൊണ്ടും ഇവന്റ്സ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമ്മൾ ഈ ഹന ഇവന്റ്സിന്റെ ആ ലോഗോ അനാച്ഛാദനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ ലോഗോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ സ്പോൺസേഴ്സിനെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ഷഹീർ ഫ്രം XB പെർഫ്യൂം, T-Daysന്റെ മിസ്റ്റർ സാലിഹ് ആൻഡ് സാല, ഹന ഇവന്റ്സിന്റെ എവിടെ റിയാസ് ഭായ്, സജ്ജന, ഓക്കെ, അജ്മൽ, യെസ്, ഹൈദർ ഭായ് മാർഗല്ലേ, ഹൈദർ കാ നല്ലൊരു കൈഡി എടുക്കാം. ഹന ഇവന്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ ലോഗോ അനാച്ഛാദനം നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസ്. യെസ്, നല്ലൊരു കൈഡി കൊടുക്കാം. ഒരുപാട് ഇവന്റ്സ് ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റട്ടെ, അറിയാൻ പറ്റട്ടെ. നല്ലൊരു കൈഡി. താങ്ക് യു. എന്തായാലും നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി എനിക്ക് സപ്പോർട്ട് ചെയ്ത സ്പോൺസേഴ്സ് ഉണ്ട്, അവർക്ക് ചെറിയൊരു മൊമെൻറ്റോ ധ്യാൻ ഭായി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഡിന്നർ ഉണ്ട്, എല്ലാം കഴിച്ചിട്ട് സന്തോഷം കൂടി എല്ലാം പിരിയാവുള്ളൂ. T-Daysനുള്ള മൊമെൻറ്റോ കൊടുക്കുകയാണ്. സാലി ഭായ്, സാലി പ്ലീസ്. ഫൈസൽ കാ, അതുപോലെ XB പെർഫ്യൂംസിന്റെ ഷഹീർക്ക് അവിടെ ഉണ്ട്. ഷഹീർക്കുള്ള മൊമെന്റോ കൊടുക്കുകയാണ്. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മലയാളത്തിന്റെ സ്വന്തം ധ്യാൻ ശ്രീനിവാസന് ഒരു ചെറിയൊരു ഉപഹാരം.
ഹന ഇവന്റ്സിന്റെ ഉപഹാരം ഫൈസൽക്ക് കൊടുക്കുകയാണ്. മൂവി വേൾഡ് മീഡിയയുടെ അമരക്കാരനായ ഇർഷാദ് ഭായി കൊടുക്കുകയാണ്.